ബാധ്യതകൾ എത്രയും ഇനി ബാക്കിയുണ്ട്, സമയങ്ങൾ എത്രയാൻ വെറുതെയാൻ ചെലവാക്കി കളഞ്ഞു. ആലോചിച്ചുകൊണ്ട് പേടിയോടെ കരഞ്ഞ മനുഷ്യനില്ലേ? അള്ളാഹുവിലേക്ക് മടങ്ങാനാണ് അവന്റെ കരച്ചില്, വേറെ ഒന്നും കിട്ടാനല്ല. റജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാലത് ഐനാ, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരഞ്ഞ് കണ്ണീരൊഴുക്കിയ മനുഷ്യൻ, ആ മനുഷ്യനെ അർശിന്റെ തണൽ നൽകുന്നു. ആണാകട്ടെ പെണ്ണാകട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയത്തിന്റെ മൂർച്ച കൊണ്ട് അതാ സ്വന്തം ശരീരത്തിന്റെ ഇംഗിതം നടപ്പിലാക്കി കൊടുക്കാൻ വേണ്ടി ഒരാണിനെ പെണ്ണ് വിളിച്ചു, അല്ലെങ്കിൽ പെണ്ണിനെ ആണ് വിളിച്ചു. വിളിച്ചപ്പോൾ രണ്ടുപേരുടെയും ഭാഗത്തു നിന്നുള്ള പ്രതികരണം, നിന്റെ വീട്ടിലേക്ക് വരാനും നിന്നെ കൊണ്ടുപോകാനും ആരും കാണാത്തിടത്ത് വെച്ച് നിന്റെ ശരീരം കൊണ്ട് സുഖിക്കാനും എനിക്കൊരു തടസ്സമോ പ്രയാസമോ ഇല്ല. സൗകര്യങ്ങളും സംവിധാനങ്ങളും ഏറെയാണ്. പക്ഷേ ഞാൻ വിഷയമാക്കി കളയുന്നൊരു വിഷയം ഉണ്ട്, അതുകൊണ്ടാ ഞാൻ വരാത്തത്. ഇന്നി അഖാഫുല്ലാഹ്, ബാപ്പ അറിയുമോ ഉമ്മ അറിയുമോ എന്ന ഭയമല്ല, നാട്ടുകാരെങ്കിലും അറിഞ്ഞിട്ട് എനിക്കൊരു കുപ്രസിദ്ധി ഉണ്ടാകുമെന്ന പേടിയല്ല, ഞാൻ അല്ലാഹുവിനെ പേടിക്കുന്നു എന്നൊരൊറ്റ മറുപടി കൊണ്ട് പിന്തിരിഞ്ഞു മാറിയവർ അവർക്ക് അർശിന്റെ തണലാണ്. സുഖജീവിതമാണ് അല്ലാഹു തആല കൊടുക്കുന്നത്. അജ്റുൻ കബീർ, അതിമഹത്തായ കൂലിയുണ്ടെന്ന് പറഞ്ഞില്ലേ? ആ കൂലി കൊടുക്കുന്നൊരു രംഗമാണ് പരലോകത്ത്. സ്വർഗവുമായി ബന്ധപ്പെട്ടുള്ള സുഖങ്ങളൊക്കെ അതിൽപ്പെട്ടതാണ്. പ്രധാനമായും ഉള്ള ഒന്നാണ് അർശിന്റെ തണൽ. ചുട്ടുപൊള്ളുന്ന വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്ന ആ രംഗത്ത് അർശിന്റെ തണൽ കിട്ടാൻ മോഹിക്കാത്തവരാരാണ്? സഹോദരങ്ങളെ, അർശിന്റെ തണലിന് വേണ്ടി കേഴാത്തവരാരാണ്? ഈമാനുള്ള ആളുകളെ മുഴുവനും അർശിന്റെ തണലിൽ അങ്ങനെ ഒരുമിച്ച് കൂട്ടും എന്ന് കരുതുന്നുണ്ടോ? അങ്ങനെ കരുതരുത്. ഈമാനുള്ളവർക്ക് മുഴുവനുമായിട്ടും ഉള്ളതല്ലാതെ പ്രത്യേക കാറ്റഗറിയിൽ ജീവിച്ച ആളുകൾക്ക് മാത്രമുള്ളതാണ്. 7 വിഭാഗങ്ങൾ മാത്രമാണോ? അല്ല, 77 വിഭാഗങ്ങളെ ഇമാം ഖസ്തല്ലാനി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹുൽ ബുഖാരിയുടെ ശർഹിൽ എണ്ണി പറഞ്ഞതു കാണാം. ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ.